കഥ നടക്കുന്നത് ശാന്തമായ ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ രാമു എന്നൊരു ദരിദ്രനായ യുവാവ് ജീവിച്ചിരുന്നു. രാമുവിന് ഏക വരുമാന മാർഗം കൂലിപ്പണിയായിരുന്നു. കിട്ടുന്ന പൈസയാകട്ടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും തികയുമായിരുന്നില്ല. എങ്കിലും രാമുവിന്റെ ഹൃദയവും സ്നേഹവും ദയവും കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു ദിവസം രാമുവിന് വയലിൽ നിന്നും തിരികെ വരുമ്പോൾ വഴിയരികിൽ ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കണ്ടുമുട്ടി. തണുപ്പത്ത് വിറങ്ങലിച്ച് കിടക്കുകയായിരുന്നു ആ കുഞ്ഞൻ പൂച്ച. അതിന്റെ ഒരു കാൽ ഒടിഞ്ഞിരുന്നു. അവശത കാരണം അനങ്ങാൻ പോലും വയ്യാത്ത ഒരവസ്ഥയായിരുന്നു അത്. രാമുവിന് ആ കാഴ്ച സഹിക്കാനായില്ല. അവൻ ഉടൻ തന്നെ ആ പൂച്ചക്കുട്ടിയെ എടുത്തു. രാമുവിന്റെ കുഞ്ഞൻ വീട്ടിലെത്തിയ ഉടൻ തന്നെ അവൻ ആ പൂച്ചക്കുട്ടിയെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. സ്വന്തം കീശയിലെ തുച്ഛമായ പണം ഉപയോഗിച്ച് അവൻ അതിനൊരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നൽകിയ മരുന്നുകളും പരിചരണവും കൊണ്ട് ആ പൂച്ചക്കുട്ടി പതിയെ ആരോഗ്യം വീണ്ടെടുത്തു. രാമു ആ പൂച്ചയ്ക്ക് മിന്നി എന്ന് പേരിട്ടു. രാമുവും മിന്നിയും വളരെ പെട്ടെന്ന് ഉറ്റ ചങ്ങാതിമാരായി മാറി. രാമു എവിടെ പോയാലും മിന്നിയും കൂടെ ഉണ്ടാകുമായിരുന്നു. രാമുവിന്റെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും മിന്നി ഒരു കൂട്ടായ നിഴൽ പോലെ കൂടെ നിന്നു. ചില ദിവസങ്ങളിൽ രാമുവിന് പണി കിട്ടാതിരിക്കുകയും ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ മിന്നു രാമുവിന്റെ മടിയിൽ ചുരണ്ടുകൂടി അവനൊരു ആശ്വാസമായിട്ട് മിന്നു നിൽക്കുമായിരുന്നു. ഒരു വൈകുന്നേരം പതിവ് പോലെ രാമു പണി കഴിഞ്ഞു വരുമ്പോൾ മിന്നി വാതിലിന് മുന്നിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രാമുവിനെ കണ്ടതും മിന്നി ഓടി വന്ന് അവന്റെ കാൽക്കൽ വീണു. എന്നിട്ട് മിന്നി രാമുവിനെ വീടിന്റെ പിൻഭാഗത്തേക്ക് നോക്കാൻ എന്നോണം വിളിച്ചു. അവിടെ നിറയെ മഞ്ഞ നിറത്തിലുള്ള പൂക്കളുള്ള ഒരു അപൂർവ ഇനം ചെടി പൂവിട്ട് നിൽക്കുന്നു. രാമു അങ്ങനെ ഒരു ചെടി അവിടെ കണ്ടിട്ടേയില്ലായിരുന്നു. അത്ഭുതത്തോടെ രാമു ആ ചെടിയെ നോക്കി നിൽക്കുമ്പോൾ അടുത്തുള്ള വലിയ വീട്ടിലെ രാധമ്മ എന്ന വൃദ്ധയായ സ്ത്രീ അങ്ങോട്ട് വന്നു. രാധമ്മയ്ക്ക് കാഴ്ചശക്തി കുറവായിരുന്നു. അവർ പതിവായി തന്റെ പൂന്തോട്ടത്തിൽ നടക്കാനിറങ്ങുമ്പോൾ വഴി തെറ്റി പോകാറുണ്ടായിരുന്നു. മോനെ രാമു, ഇതെന്താ ഒരു പുതിയ ചെടി ഇവിടെ പൂവിട്ടിരിക്കുന്നത്? നല്ല മണമുണ്ടല്ലോ ഇതിന്, രാധമ്മ ചോദിച്ചു. രാമു ആ ചെടിയെക്കുറിച്ച് രാധമ്മയോട് പറഞ്ഞു. ആ പൂവിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അവൻ വാതോരാതെ സംസാരിച്ചു. രാധമ്മയ്ക്ക് ആ പൂ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാഴ്ചശക്തി കുറവായതുകൊണ്ട് ആ പൂവിന്റെ ഭംഗി ആസ്വദിക്കാൻ അവൾക്ക് രാമുവിന്റെ വാക്കുകൾ തുണയായി. അന്നു മുതൽ രാമുവും രാധമ്മയും നല്ല സുഹൃത്തുക്കളായി മാറി. രാമു പതിവായി രാധമ്മയുടെ വീട്ടിൽ പോവുകയും അവൾക്ക് പൂന്തോട്ടത്തിലെ കാഴ്ചകളെക്കുറിച്ചും വിശേഷപ്പെട്ട ചെടികളെക്കുറിച്ചും വിവരിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. മിന്നിയും അവരോടൊപ്പം കളിക്കാൻ കൂടുമായിരുന്നു. ഒരു ദിവസം രാധമ്മ രാമുവിനോട് തന്റെ ഒരു ദുഃഖം പങ്കുവെച്ചു. തനിക്ക് മക്കളില്ലെന്നും തന്റെ സ്വത്തുക്കൾക്ക് അവകാശികളായി ആരുമില്ലെന്നും അവർ പറഞ്ഞു. തൻ്റെ മരണശേഷം ഈ സ്വത്തുക്കളെല്ലാം ആർക്ക് നൽകണം എന്നതിനെക്കുറിച്ച് അവൾക്ക് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. രാമു രാധമ്മയെ ആശ്വസിപ്പിച്ചു. അവൻ പറഞ്ഞു, അമ്മ വിഷമിക്കാതെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. ദിവസങ്ങൾ കടന്നുപോയി. രാമുവിന്റെ ദയയും സ്നേഹവും രാധമ്മയുടെ ഹൃദയത്തിൽ ആഴ്ത്തിപ്പതിഞ്ഞു. മിന്നിയോടുള്ള അവന്റെ വാത്സല്യവും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും രാധമ്മയെ ഏറെ ആകർഷിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാധമ്മ രാമുവിനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു.